വി.ഡി. സവർക്കറെ സ്വാതന്ത്ര്യസമര സേനാനിയാക്കി ചോദ്യാവലി തയ്യാറാക്കിയ അധ്യാപകന് സസ്പെൻഷൻ. കുമ്പള AUPS സ്കൂളിലെ അധ്യാപകനായ ഗുരുപ്രസാദിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്ത് തയ്യാറാക്കിയത് ചരിത്രത്തിന്റെ ബലമില്ലാത്ത ചോദ്യം എന്നുള്ളതാണ് അന്വേഷണ റിപ്പോർട്ട്. ഗോപാൽ ശീലാസനൽ വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. ഗോപാൽ, അപ്പോൾ സവർക്കറെ പുകഴ്ത്തുന്നു, സവർക്കറെ സ്വാതന്ത്ര്യസമര സേനാനിയാക്കി മാറ്റുന്നു. അതിപ്പോൾ UDF ഭരിക്കുന്ന കേരളത്തിൽ, അതും വിദ്യാഭ്യാസ മേഖല, അത് വിദ്യാഭ്യാസ മന്ത്രി, അത് ലീഗിൻ്റെതാണ്. അപ്പോൾ അങ്ങനെ ഉള്ളൊരു സാഹചര്യത്തിൽ BJPക്ക് അനുകൂലമായി, RSSന് അനുകൂലമായുള്ള നിലപാടുകൾ തുടർച്ചയായിട്ടുണ്ടാവുന്നു. അത് പ്രതിപക്ഷം കടുത്ത ആരോപണം ഉന്നയിക്കുന്നു, രാഷ്ട്രീയ വിമർശനം ഉന്നയിക്കുന്നു. ആ സാഹചര്യത്തിൽ നടപടി ഉണ്ടാവുകയാണ്, മറ്റു മാർഗങ്ങളില്ല. എന്തായിരുന്നു ഈ ഒരു അധ്യാപകന്റെ അദ്ദേഹത്തിന്റെ ഒരു വിശദീകരണം എന്തായിരുന്നു ഗോപാൽ? അധ്യാപകന്റെ വിശദീകരണം ഗൂഗിളിൽ സെർച്ച് ചെയ്ത് താൻ തയ്യാറാക്കിയ ചോദ്യമായിരുന്നു, മറ്റ് താല്പര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നതാണ്. എന്താണെങ്കിലും ഓഗസ്റ്റ് 6-ാം തീയതി ഫ്രീഡം ക്വിസ് എന്ന പേരിൽ കുമ്പളയിലെയും മറ്റ് ചില ഉപജില്ലകളിലെയും നടത്തിയ ചോദ്യപേപ്പറിലെ ഒരു ക്വിസ് മത്സരത്തിന്റെ ചോദ്യപേപ്പറിലാണ് ഇത്തരത്തിൽ വി.ഡി. സവർക്കറിനെ സ്തുതിപാഠകനായി, അല്ലെങ്കിൽ വി.ഡി. സവർക്കറെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു ചോദ്യം ഉൾപ്പെട്ടത്. വലിയ തോതിൽ ഇത് വിമർശനത്തിന് വിധേയമാവുകയും പൊതുവിദ്യാഭ്യാസ മന്ത്രി അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിരുന്നു. തുടർന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിന് ശേഷം ഇപ്പോൾ ഈ ചോദ്യപേപ്പർ തയ്യാറാക്കിയ കുമ്പള AUPSലെ അധ്യാപകനായ ഗുരുപ്രസാദിനെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കർശനമായ ഭാഷയിലുള്ള ഒരു ഉത്തരവ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ കാസർഗോഡ് ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് നൽകിയിട്ടുണ്ട്. ആ ഉത്തരവ് ഇതിനോടകം തന്നെ നടപ്പിലാക്കി ഉടൻ തന്നെ അക്കാര്യം പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൽ അറിയിക്കണം എന്നതാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ആ അന്വേഷണ റിപ്പോർട്ടിൽ, അതായത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നടത്തിയ അന്വേഷണത്തിന്റെ ഒടുവിൽ ലഭിച്ച റിപ്പോർട്ടിൽ വലിയ ഗൗരവതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ ഗൗരവതരമായിട്ടുള്ള ഒരു വിഷയമാണ് ഈ ചോദ്യപേപ്പറിൽ ഉൾപ്പെട്ടത് എന്നതാണ് നമുക്ക് കണ്ടെത്തലായി സൂചിപ്പിച്ചിരിക്കുന്നത്. ചരിത്രത്തിന്റെ യാതൊരു പിൻബലവുമില്ലാത്ത ഒരു ചോദ്യം, ആ ചോദ്യം മൂലം പൊതുസമൂഹം തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത് അംഗീകരിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല. അതിന് പിന്നിൽ താല്പര്യമുണ്ടെങ്കിലും താല്പര്യമില്ലെങ്കിലും അശ്രദ്ധയാണെങ്കിലും എന്താണെങ്കിലും അത് നടപടി ഉണ്ടായിരിക്കേണ്ടതായിട്ടാണ്. അന്വേഷണ വിധേയമായിട്ടാണ് ഇതിൽ സസ്പെൻഷൻ ഉണ്ടായിരിക്കുന്നത്. ഇതിൽ കൂടുതൽ അന്വേഷണം ഉണ്ടാകും എന്ന സൂചന കൂടി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതേസമയം തന്നെ ഈ അധ്യാപകന്റെ രാഷ്ട്രീയ പശ്ചാത്തലം, അതുപോലെ തന്നെ BJP അധ്യാപക സംഘടനയുമായുള്ള ബന്ധമെല്ലാം തന്നെ നേരത്തെ വലിയ തരത്തിൽ ചർച്ചയ്ക്ക് വിധേയമായിരുന്നു, വിമർശനത്തിന് വിധേയമായിരുന്നു. ലീഗ് മന്ത്രി വിദ്യാഭ്യാസ വകുപ്പ് ചുമതല മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്ന ചോദ്യം പ്രതിപക്ഷം വലിയ ഭാഷയിൽ, രൂക്ഷമായ ഭാഷയിൽ ഉയർത്തുന്ന പശ്ചാത്തലത്തിൽ തന്നെയാണ് അധികം വൈകാതെ ഓഗസ്റ്റ് 6-ാം തീയതി ക്വിസ് മത്സരം നടക്കുന്നു. ഇന്നലെ അന്വേഷണത്തിൽ ഉത്തരവിടുന്നു. ഓഗസ്റ്റ് 9-ാം തീയതി ഇന്ന് അച്ചടക്ക നടപടി ഉണ്ടാകുന്നു. എന്താണെങ്കിലും പ്രാഥമിക നടപടി എന്നോണം സസ്പെൻഷൻ നടപടി ഉണ്ടായിരിക്കുന്നു. ചരിത്രത്തിന് പിൻബലമില്ലാത്ത ഒരു ചോദ്യം ഉൾപ്പെടുത്തിയെന്ന രൂക്ഷമായ ഭാഷയിലുള്ള, കർശനമായ ഭാഷയിലുള്ള ഒരു കണ്ടെത്തൽ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട്, അതടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഉത്തരവ് കൂടി ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പുറത്തിറക്കിയിരിക്കുന്നത്. ശരി ഗോപാൽ.